ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ കാണാൻ വന്നിരുന്ന അടുത്ത് അല്ല, ആര്യാടൻ ഷൗക്കത്ത് ആ ബോർഡുമൊക്കെ നോക്കിയാൽ മതി. ഗവൺമെൻറ് ഒന്ന് ആ ക്യാമറ നിങ്ങൾ അങ്ങോട്ട് ചിരിക്കും. ഗവൺമെൻറ് മാധവൻ വെക്കേഷൻ 30 കോടി റുപ്യ ചിലവാക്കിയ സ്കൂളത്. 30 കോടി റുപ്യ നിലമ്പൂരിൽ ചിലവാക്കിയ 22 കോടി റുപ്യൻ്റെ ഗ്രൗണ്ടാണ്, ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, അതിൻ്റെ സ്വിമ്മിംഗ് പൂള്, അതിൻ്റെ ബാക്കിയുള്ള സൗകര്യങ്ങൾ. ഈ നിൽക്കുന്ന കെട്ടിടം മുഴുവൻ പൊളിച്ച് പണിതാ PVN എന്ന് പറയും. അത് മതി ഇവിടെ, അത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയും. ഇവിടെ മേസ്തിരിപ്പണി എടുത്ത് നടക്കുകയായിരുന്നു. ഞാൻ മേസ്തിരിപ്പണി അറിയുള്ളൂ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ഓവുപാലം ഉണ്ടാക്കണമെങ്കിൽ അതിനടിയിൽ പോയി നിൽക്കും PVN. അവിടെ സിമെൻ്റ് ഉണ്ടോ, കമ്പി ഇട്ടിട്ടുണ്ടോ നോക്കാൻ. ഒരു കോൺട്രാക്ടർമാരുടെ ഒരു കൊള്ളക്കും ഈ നാട്ടിലെ പൊതുസ്വത്ത് വിധേയമാകരുത് എന്ന് വിചാരിച്ച് നടന്നവനാ. അതിവിടെ നടക്കും. നല്ല മിണ്ടല്ലോ. ഞാൻ എന്താ പറഞ്ഞ ഷൗക്കത്ത് കെട്ടിപ്പിടിക്കരുത് എന്ന് പറഞ്ഞു. പുള്ളിയെ കെട്ടിപ്പിടിക്കുന്ന ആളാ. അത് ധൃതരാഷ്ട്രാലിംഗനമാണ്, മനസ്സിലായില്ലേ? ആ ആലിംഗനത്തിന് വിധേയമാകാൻ ഞാൻ തയ്യാറില്ലെന്നേ പറഞ്ഞുള്ളൂ. അല്ല അപ്പം എന്താ മനുഷ്യന്മാർ കൈ കൊടുക്കില്ല, ഞാൻ കൈ കൊടുത്തല്ലോ, അതിനൊന്നും കുഴപ്പമില്ല. പുള്ളി സിനിമ സ്റ്റൈലാണ്. എനിക്കത് വലിയ ഈ അഭിനയം പരിചയമില്ല, മനസ്സിലായില്ലേ? നമ്മൾ ഈ പച്ച മനുഷ്യന്മാരുടെ കൂടെ നടക്കുന്ന ആളുകളാണ്. അപ്പം അതിന് വിധേയമാകാൻ ഞാൻ തയ്യാറില്ല. ഇപ്പോൾ രാവിലെ കെട്ടിപ്പിടിച്ചില്ലേ, രണ്ട് അഭിനേതാക്കൾ തമ്മിൽ കെട്ടിപ്പിടിച്ചില്ലേ? ഇവിടുത്തെ 2 സ്ഥാനാർത്ഥികൾ കെട്ടിപ്പിടിക്കുന്നുണ്ട്. തമ്മിലൊരു സൗഹൃദം പങ്കിടുക എന്നുള്ളതൊക്കെ നല്ലതല്ലേ ജനാധിപത്യപരമായിട്ട്? വളരെ നല്ലതാണ്. സൗഹൃദമൊക്കെ ആവാം. അത് എന്നുവെച്ചാൽ ആ സൗഹൃദത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ആളെ കാണുമ്പോഴുള്ള സൗഹൃദവും പിന്നെ പിന്നിലൂടെ പാര വെക്കുന്നതും സൗഹൃദത്തിൻ്റെ ഭാഗമല്ല, മനസ്സിലായില്ലേ? അവിടെ വ്യത്യാസമുള്ളൂ, അത്രേ പറഞ്ഞുള്ളൂ. ഓക്കെ. അഷ്കർ, ആര്യാടൻ ഷൗക്കത്ത് PV അൻവറിൻ്റെ അടുത്തേക്ക് വരുന്നു. പക്ഷേ PV അൻവർ കെട്ടിപ്പിടുത്തം വേണ്ട എന്ന് പറഞ്ഞു, കൈ കൊടുത്ത് പിരിഞ്ഞു. അതാണോ മനസ്സിലാക്കേണ്ടത്? നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ആര്യാടൻ ഷൗക്കത്ത് ഒരു ഭാഗത്ത്, ആര്യാടൻ ഷൗക്കത്ത് M സുരാജുമായിട്ടുള്ള തോളിൽ കൈയിടുന്ന ഒരു രംഗമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിലെ സുന്ദരമായ നിമിഷങ്ങളിൽ ഒന്നാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് ഇനി അഭിനയമാണെന്നോ അത് നാട്യമാണെന്നോ ഒക്കെ പറഞ്ഞാലും ഇതൊക്കെ പ്രതീകാത്മകമല്ലേ? ജനാധിപത്യത്തിൽ വ്യക്തികൾ അപ്രധാനികളാണ്. അവർ ആശയങ്ങൾക്ക് വേണ്ടിയല്ലേ തെരഞ്ഞെടുപ്പിൽ പോരാടുന്നത്. ആ PV അൻവറിൻ്റെ അടുത്തേക്ക് ആര്യാടൻ ഷൗക്കത്ത് വരുന്നു. അപ്പോൾ കൈ കൊടുത്ത് വിരിയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. PV അൻവറിൻ്റെതായി പറയാനുള്ള ന്യായമുണ്ട്. അഷ്കർ, നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ കാണിക്കാം. അത് മറ്റൊരു ട്വിസ്റ്റാണ്. എന്തായാലും 2 രംഗങ്ങൾ. ഒന്ന്, സ്വരാജ് ആര്യാടൻ ഷൗക്കത്തിന് കൈ കൊടുത്ത് തോളിൽ കൈയിടുന്ന രംഗമാണ് ഒരിടത്തു നിന്ന് വന്നത്. മറ്റൊന്ന്, കൈ കൊടുത്ത് പിരിഞ്ഞു, തോളിൽ കൈയിടേണ്ടതില്ല അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കേണ്ടതില്ല, അങ്ങനെ വല്ലതും പറഞ്ഞോ PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനോട്? അഷ്കർ അലി കരിമ്പയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അഷ്കർ അലി കരിമ്പ, PV അൻവറും ആര്യാടൻ ഷൗക്കത്തും ഒരുമിച്ച് കണ്ടുമുട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചത്? അരുൺ, മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 ബൂത്തുകളുണ്ട് നിലമ്പൂർ നഗരസഭ പരിധിയിലാണ്. ആ ബൂത്തിലേക്കാണ് ആദ്യഘട്ടത്തിൽ PV അൻവർ എത്തുന്നത്. തൊട്ട് പിന്നാലെ ആര്യാടൻ ഷൗക്കത്തും ആ ബൂത്തിലേക്ക് എത്തി. പക്ഷേ രണ്ടുപേരും വന്നിറങ്ങുമ്പോൾ തന്നെ കാണാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലും രണ്ടുപേരും ആദ്യഘട്ടത്തിൽ 2 ഭാഗത്തേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ആര്യാടൻ ഷൗക്കത്ത് ഈ ഭാഗത്തേക്കും PV അൻവർ അങ്ങോട്ടേക്ക് പോയി. പിന്നീട് രണ്ടുപേരും ഈ ബൂത്തിലേക്ക്, എൻ്റെ പിന്നിൽ കാണുന്ന സ്കൂളിലെ ഈ ബൂത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ട്. പക്ഷേ അതിനുശേഷം 2 ബൂത്ത് സന്ദർശനം നടത്തിയ ശേഷമാണ് ആര്യാടൻ ഷൗക്കത്ത് PV അൻവറുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചത്. നേരെ കണ്ടു, രണ്ടുപേരും വന്ന് കൈ കൊടുത്തു. പക്ഷേ ഒരു ആലിംഗനത്തേക്ക് ഇല്ല, അല്ലെങ്കിൽ ആലിംഗനം വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും PV അൻവർ അങ്ങോട്ട് മാറി നിൽക്കുകയും ചെയ്തു. ഷൗക്കത്ത് മറുഭാഗത്തേക്ക് ഷൗക്കത്ത് നടന്നു പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ അതൊരു സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ച ആയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ യാഥാർത്ഥ്യം. അപ്പോൾ സ്വരാജും അതുപോലെ തന്നെ ഷൗക്കത്തും കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അതൊരു സൗഹാർദ്ദപരമായ ചിത്രമായിരുന്നു. രാവിലെ മുതൽ തന്നെ നമ്മൾ കൊടുക്കുന്നതുമായിരുന്നു. അതേക്കുറിച്ച് PV അൻവറോട് ചോദിച്ചപ്പോൾ അത് നാട്യമാണ്, അത്ര നാട്യത്തിന് താനില്ല എന്നുള്ളതാണ് PV അൻവർ വിശദീകരിക്കുന്നത്. PV അൻവറിൻ്റെ അവകാശവാദം അങ്ങനെയാണ്. അതൊരു നാട്യമാണ്, അത്ര നാട്യങ്ങൾക്ക് അഭിനയത്തിന് താനില്ല. അത് ഒരു ആ ആലിംഗനം എന്ന് പറയുന്ന ഒരു ധൃതരാഷ്ട്ര ആലിംഗനമാണ് എന്നുള്ളതാണ് PV അൻവർ അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും അവസാനം 2 ഭാഗത്തേക്ക് പിരിഞ്ഞു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. രണ്ടുപേരും കണ്ടുമുട്ടി കൈകൾ കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് അത് 2ആയി പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. കൈ കൊടുത്ത് പിരിഞ്ഞു അല്ലേ? ആര്യാടൻ ഷൗക്കത്ത്, ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അതിനകത്ത് ആംബിയൻസ് വോയിസ് ഉണ്ടെങ്കിൽ അത് കേൾക്കാമായിരുന്നു. എന്താണ് PV അൻവർ പറഞ്ഞതെന്ന് അതൊരു കൗതുകമുള്ള ഒരു കാഴ്ച കൂടിയാണ്. PV അൻവർ അവിടെ സംസാരിക്കുന്ന സമയത്ത് ആര്യാടൻ ഷൗക്കത്ത് വരുന്നു, PV അൻവർ കൈ കൊടുക്കുന്നു. അത് ഒരു ചിത്രം അതിനു മുമ്പ് കണ്ടത് ആര്യാടൻ ഷൗക്കത്തും സ്വരാജും തമ്മിൽ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ചിത്രമുണ്ട്. എന്താണ് സംഭവിച്ചത് നോക്കൂ. ഇത് ഒരു ചിത്രമാണ്. അങ്ങനെ തോളിൽ കൈയിട്ട്
എം സ്വരാജും ആര്യാടൻ ഷൗക്കത്ത് നിന്നത് ഒരു ചിത്രം. ഇനി പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് ആര്യാടൻ ഷൗക്കത്ത് PV അൻവറിനെ ബൂത്തിൽ കണ്ടപ്പോൾ കണ്ട കാഴ്ച കൂടി നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. അതിനുശേഷം PV അൻവറിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് അതൊരു ധൃതരാഷ്ട്രാലിംഗനമായതുകൊണ്ട് ഒഴിവാക്കി എന്നാണ് PV അൻവർ പറഞ്ഞത്. ആ ദൃശ്യം കൂടി നമുക്ക് കൊടുക്കാം. 2 ദൃശ്യങ്ങളും 2 ഫ്രെയിമിലാണ്. ഒന്നിൽ സ്വരാജ് ആര്യാടൻ ഷൗക്കത്തിനുമായിട്ട് തോളിൽ കൈയിട്ട് നിൽക്കുന്നു. മറ്റൊന്ന് PV അൻവർ ആര്യാടൻ ഷൗക്കത്ത് വരുമ്പോൾ അവിടെ നിന്ന് മാറി ഹസ്തദാനം ചെയ്തതിനു ശേഷം മാറി നിൽക്കുന്ന കാഴ്ച. അതിനുശേഷമുള്ള പ്രതികരണവും നമ്മൾ കേട്ടു. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ആര്യാടൻ ഷൗക്കത്ത് അവിടെ നിന്ന് വരുന്നുണ്ട്. നമുക്ക് ആംബിയൻസ് കൂടി കൊടുക്കാൻ തോന്നുന്നു. ആ ശബ്ദം കൂടി കൊടുക്കാം. ആര്യാടൻ ഷൗക്കത്ത് വരുന്ന സമയത്ത് ഉള്ള ശബ്ദം. PV അൻവറിനെ കാണുന്നു. PV അൻവർ അവിടെയുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് പോകുന്ന ബൂത്തിൻ്റെ അടുത്ത് PV അൻവറിനെ ഇപ്പോൾ കാണുകയാണ്. PV അൻവർ ആര്യാടൻ ഷൗക്കത്തും ഹസ്തദാനം. അങ്ങനെ രണ്ടുപേരും ഒന്നിച്ച്